ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലിലേക്ക് ഫോക്സ് വാഗൻ 1,00,000 പേരെ പിരിച്ചുവിടാനാണ് പ്രമുഖ കാർ നിർമ്മാതാക്കൾ നീക്കം നടത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വാഹന വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകളിൽ ഒന്നായിരിക്കും ഇത്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലിലേക്ക് ഫോക്സ് വാഗൺ. ഈ പ്രമുഖ കാർ നിർമ്മാതാക്കൾ നീക്കം നടത്തുന്നത് 1,00,000 പേരെ പിരിച്ചുവിടാനാണ്. വാഹന നിർമ്മാണ രംഗത്തെ ഭീമന്മാരാണ് ഫോക്സ് വാഗൺ. കമ്പനിയുടെ 89 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ വരും വർഷങ്ങളിൽ 1,00,000-ഓളം തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമായിരിക്കുന്നത്. 4 പ്രധാന നിർമ്മാണ പ്ലാന്റുകൾ അടച്ചുപൂട്ടാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ചൈനീസ് ഇലക്ട്രിക് വാഹന ബ്രാൻഡുകളിൽ നിന്നുള്ള കടുത്ത മത്സരവും വിപണിയിലെ തകർച്ചയുമാണ് കമ്പനിയെ ഇത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, US ഇറക്കുമതി തീരുവ, യൂറോപ്യൻ വിപണിയിലെ ഡിമാൻഡുകളിലുണ്ടായ കുറവ് എന്നിവയെല്ലാം കമ്പനിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തേക്കുള്ള നിക്ഷേപ പദ്ധതികളിലും ഏകദേശം 15% കുറവ് വരുത്താൻ കമ്പനി തീരുമാനിക്കുന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഏകദേശം 13,000 കോടി യൂറോയിലേക്ക് നിക്ഷേപ ചെലവ് ചുരുക്കാനാണ് ശ്രമം നടത്തുന്നത്. അതേസമയം കമ്പനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിഷയം ഇപ്പോഴും ചർച്ചയിലാണെന്നും വിവിധ സമിതികളുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാകുകയെന്നും കമ്പനി അറിയിക്കുന്നു. ഇതിൽ തൊഴിലാളി യൂണിയനുകളുടെ ശക്തമായ എതിർപ്പ് വിഷയത്തിൽ ഉയരാനും സാധ്യതയുണ്ട്. ഗ്രൂപ്പിന്റെ ആഗോള ജീവനക്കാരുടെ എണ്ണം 6,67,164 ആയിരുന്നു 2025 സാമ്പത്തിക വർഷത്തിലുണ്ടായിരുന്നത്. അതിൽ 43% ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടലിനെ തുടർന്ന് 2024 ജർമ്മനിയിലെ പ്ലാന്റുകൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ചെലവ് ചുരുക്കൽ നടപടിയുടെ ഭാഗമായി നിരവധി സൈറ്റുകൾ അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്യാനും മാനേജ്മെന്റ് നീക്കം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 1,00,000 പേരെ കമ്പനി പുറത്താക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. നമുക്കറിയാം, ലോകത്തെ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളൊക്കെ പല സമയങ്ങളിലായി അവരുടെ മത്സരത്തിൽ കാലിടറുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. എന്തായാലും വർഷങ്ങളായി ചൈനയിൽ 1-ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാതാവായിരുന്നു ഫോക്സ് വാഗൺ. കമ്പനി 2024 2-ാം സ്ഥാനത്തേക്കും 2025 3-ാം സ്ഥാനത്തേക്കും എത്തുന്നത് നാം കണ്ടു. പിന്നീട് ഈ പ്രതിസന്ധി വ്യാപിക്കുന്നതാണ് കണ്ടത്. അതിനിടെ ചൈനീസ് വാഹന നിർമ്മാതാക്കൾ മറ്റ് വിപണികളിലേക്കും ഫോക്സ് വാഗണിന്റെ ജന്മനാടായ യൂറോപ്പിൽ അതിവേഗം വളരുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് കമ്പനിക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത്. എന്തായാലും ജൂലൈ 9 നടക്കുന്ന കമ്പനിയുടെ നിർണായക യോഗത്തിൽ ഈ കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.